മരണത്തിന് ശേഷമുള്ള 47 ദിവസത്തെ ഭയാനകമായ യാത്ര. മനുഷ്യൻ മരിച്ചാൽ എന്ത് സംഭവിക്കും? ആത്മാവ് ശരീരം വിട്ടാലുടൻ എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ പാപപുണ്യങ്ങളുടെ കണക്ക് ആരാണ് തീരുമാനിക്കുന്നത്? ഗരുഡപുരാണമനുസരിച്ച് മരണശേഷം ഓരോ ആത്മാവും യമലോകത്തെത്താൻ 47 ദിവസത്തെ അതിഭയാനകമായ ഒരു യാത്ര നടത്തേണ്ടതുണ്ട്. ആ യാത്രയിലെ തടസ്സങ്ങളെക്കുറിച്ചറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. പ്രാണൻ പോയ ഉടൻ യമദൂതന്മാർ ആത്മാവിനെ പാശങ്ങളാൽ ബന്ധിച്ച് യമലോകത്തേക്ക് കൊണ്ടുപോകുന്നു. ആദ്യത്തെ 24 മണിക്കൂർ ആ ആത്മാവ് സ്വന്തം വീടിനും ബന്ധുക്കൾക്കും ചുറ്റും നടന്ന് അവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആർക്കും അത് കേൾക്കാൻ കഴിയില്ല. 13 ദിവസത്തെ കർമ്മങ്ങൾ കഴിഞ്ഞാൽ ആത്മാവ് അതിന്റെ യഥാർത്ഥ യാത്ര തുടങ്ങുന്നു. യമലോകത്തേക്കുള്ള വഴിയിൽ വൈതരണി എന്ന ഭയാനകമായ ഒരു നദിയുണ്ട്. പുണ്യവാന്മാർക്ക് ഇത് എളുപ്പത്തിൽ കടക്കാം. എന്നാൽ പാപികൾക്ക് ഈ നദി രക്തവും ചീഴുവും ഭയാനകമായ ജന്തുക്കളും നിറഞ്ഞതായി കാണപ്പെടും. ഈ യാത്രയിൽ ആത്മാവ് 16 നഗരങ്ങൾ കടന്നുപോകണം. വഴിയിൽ വിശപ്പും ദാഹവും അലട്ടുമ്പോഴും ആരും സഹായിക്കാനുണ്ടാകില്ല. നമ്മൾ ഭൂമിയിൽ ചെയ്ത ദാനധർമ്മങ്ങൾ മാത്രമാണ് അവിടെ നമുക്ക് തുണയാവുക. ഒടുവിൽ യമധർമ്മരാജന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ചിത്രഗുപ്തൻ നമ്മുടെ ജീവിതത്തിലെ പാപപുണ്യങ്ങളുടെ കണക്ക് വായിക്കുന്നു. നുണ പറയുന്നവർക്കും മറ്റുള്ളവരെ ചതിക്കുന്നവർക്കും ജീവികളെ ഉപദ്രവിക്കുന്നവർക്കും അവിടെ കഠിനമായ ശിക്ഷകൾ ലഭിക്കും. സുഹൃത്തുക്കളെ, മരണമൊരു അവസാനമല്ല, അത് മറ്റൊരു യാത്രയുടെ തുടക്കം മാത്രമാണ്. നമ്മൾ പോകുമ്പോൾ ഈ സമ്പത്തോ ആഡംബരങ്ങളോ കൂടെ വരില്ല. അതുകൊണ്ട് എല്ലാവരും നന്മ ചെയ്ത് ജീവിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക.